ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആത്മഭാവങ്ങളെ, പുരാണങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ കാമദേവന് കിട്ടിയ ശാപം. പ്രിയരെ, ഒരിക്കൽ ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്റെ മനസ്സിൽ സ്വത്വഗുണം വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഉടൻ തന്നെ ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നും ഒരു ബാലിക സ്വയം ജനിച്ച് മുമ്പിൽ വന്ന് വണങ്ങി. അത്യന്തം മനോഹരിയായ ആ ബാലികയെ കണ്ടപ്പോൾ ബ്രഹ്മദേവന്റെ ഉള്ളിൽ പ്രേമം ജനിച്ചു. തന്നെ കൈകൂപ്പി നിൽക്കുന്ന ദേവിയോട് ബ്രഹ്മാവ് അരുളി ചെയ്തു, ദേവി, അവിടുന്ന് സർവ്വജീവജാലങ്ങളുടെയും നാവിൽ വസിക്കുക. പ്രത്യേകിച്ച് വിദ്വാൻമാരുടെ ജിഹ്വകളിൽ നീ നടനം ചെയ്യണം. അങ്ങനെയാവട്ടെ ദേവ, സരസ്വതി ദേവി മറുപടി പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മദേവൻ സരസ്വതി ദേവിയെ തന്റെ ഭാര്യയാക്കി. എന്നാൽ തന്റെ മനോശൈഥില്യത്തെപ്പറ്റി ബ്രഹ്മാവിന് പശ്ചാത്താപം തോന്നി. സ്വപുത്രിയിൽ കാമപ്രേരണ തോന്നിയതിന്റെ കാരണക്കാരൻ കാമദേവനാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവിന് കാമദേവനോട് കഠിനമായ കോപം തോന്നി. അദ്ദേഹം ശിവന്റെ നേത്രാഗ്നിയിൽ വീണ് ഭസ്മമായി പോകാൻ ഇടവരട്ടെ എന്ന് കാമദേവന് ശപിച്ചു. അതിനുശേഷം ബ്രഹ്മാവ് തന്റെ ഉള്ളിൽ ഉടലെടുത്ത സരസ്വതി പ്രേമത്തെ അത്രി മഹർഷിക്ക് നൽകി. സ്നേഹപൂർവം, രഞ്ജൻ കയനാട്.